എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി മാസം 4-ാം തീയതി ശനിയാഴ്ച. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ആവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം അങ്ങയിൽ ആശ്രയിക്കുന്ന മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവ്, ഇന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്ന വീഥികളെ നീ ആശീർവദിക്കണം. ഞങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങളെ നീ ആശീർവദിക്കണം. കർത്താവ്, ഇപ്പോഴേ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നുണ്ട് ഈശോയെ. കർത്താവ്, അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലെ കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരെ, ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിന് വേണ്ടി കണ്ണീരിലാകുന്ന എല്ലാവരെയും നീ ഈ നിമിഷം ആശീർവദിക്കുന്നു. കുടുംബത്തിന് വേണ്ടി ഭാരമെടുക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മാതാവിൻ്റെ മധ്യസ്ഥത്തെ ആശീർവദിക്കുന്നു. കുടുംബത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്ത ആളാണ് അമ്മ. കാനായിലെ വിവാഹവേദിയിൽ ചെല്ലുമ്പോൾ ആ കുടുംബം അനുഭവിക്കാൻ പോകുന്ന വലിയ ഭാരങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് കർത്താവിന് തിരുസനെ കൊണ്ടുവന്ന് കൊടുത്ത അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഞങ്ങൾ ഈ ധ്യാനം കൂടുന്ന ഓരോ കുടുംബത്തിനും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തിനും സംഭവിക്കാനിരിക്കുന്ന തിന്മകളെ അമ്മ വിവേചിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അമ്മ നീല മേലങ്കിയുടെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു കുഞ്ഞുണ്ടായത് അബോർഷനായിട്ട് മരിച്ചു, അടുത്തതും മരിച്ചു. അങ്ങനെ ഇനി ഗർഭം ധരിക്കാൻ തന്നെ പേടിയായിരിക്കുന്ന അമ്മമാരെ
കർത്താവെ അവരുടെ വയറിൽ നിൻ്റെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ത്വക്ക് രോഗമുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. കണ്ണിന് കാഴ്ചക്കുറവുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. മുടി വളരാത്ത, കിളുക്കാത്ത, പല്ല് മുളക്കാത്ത, നടക്കാൻ പറ്റാത്ത, നിരങ്ങാൻ പറ്റാത്ത, നിവർന്ന് നിൽക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. ആ കുഞ്ഞുങ്ങളെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നടുവേദനയുള്ള മാതാപിതാക്കന്മാരെ, നടുവ് കഴിച്ച് വിട്ടുപോണ പോലെ തോന്നുന്നത്, ഒരു പണി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത്, കുനിയാൻ പറ്റാത്തത്, നടക്കാൻ പറ്റാത്തത്, ഒരു ഭാരം എടുക്കാൻ പറ്റാത്തത്, എന്തെല്ലാം കഷ്ടപ്പെടാൻ ഈശോയെ അങ്ങനെ മക്കൾ അനുഭവിക്കുന്ന ഈശോയെ. പല മരുന്ന് കൊണ്ടുണ്ട്. മരുന്ന് കാണുമ്പോൾ തന്നെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയിട്ട് മനസ്സിന് നിരാശ വന്നിട്ട് ദയനീയമായിട്ട് മരുന്നിനെ നോക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ, കുടുംബത്തിൻ്റെ ദുഃഖങ്ങളെ, കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ, അംഗങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഭാരങ്ങളിൽ നിന്ന് കർത്താവെ അവർ സംരക്ഷിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിനും സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ജോലിയില്ലാത്ത മക്കളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന, ജോലി അന്വേഷിച്ചു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, പണം അന്വേഷിച്ചു പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, വായ്പ അന്വേഷിച്ചു പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, മറ്റ് സ്ഥാപനങ്ങളെ അവലംബമാക്കിക്കൊണ്ട് അവിടെ രേഖകൾ ലഭിക്കാൻ വേണ്ടി പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ ദിവസം ഡേറ്റെക്കുറിച്ച് കർത്താവെ പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് ഈ ദിവസമാണ് അതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ദിവസം വരാൻ വേണ്ടി കാത്തിരുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം വന്നതിൻ്റെ പേരിൽ പേടിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സമയങ്ങളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരും സന്തോഷിക്കുന്നവരും പ്രത്യാശയുള്ളവരും പ്രയാസമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ വ്യവരാധികളെയും വ്യാപത്തുകളെയും യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനം നമുക്കറിയാവുന്ന വചനമാണ്, പക്ഷേ അറിയാവുന്ന വ്യാഖ്യാനമല്ല. അത് നടപടി പുസ്തകത്തിൻ്റെ 2:38 വായിക്കാം. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? എന്തൊക്കെ ഉണ്ട്? അത് പരിശുദ്ധാത്മ ദാനങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വായിക്കണം. എന്തൊക്കെയാണെന്ന് അറിയാവോ? അത് ഐസയാ 11:2 എടുത്തേ. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഇതെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ്. ആത്മാവിന്റെ ദാനങ്ങൾ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത് നമുക്ക് വായിച്ചു കേൾക്കാം. എന്താണ്? 1 കൊരിന്ത്യർ 12:8. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. അപ്പൊ വിവേകം, ജ്ഞാനം, വിശ്വാസം, പിന്നെന്താണ്? ദൈവശക്തി. ഇതെല്ലാം ആത്മാവിന്റെ ദാനങ്ങളാണ്. അതാണ് പത്രോസ് പറയണത്, നിങ്ങൾ പശ്ചാത്തപിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. വിവേകം, ജ്ഞാനം, വിശ്വാസം, ദൈവഭയം മുതലായ ദാനങ്ങൾ. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. ഈ ദാനങ്ങളെ കൊണ്ടാണ് ജീവിതം നയിക്കപ്പെടേണ്ടത്. ദൈവഭയം ഉണ്ടാകണം, പിന്നെ വിശ്വാസം ഉണ്ടാകണം, പിന്നെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ തളർന്നു പോകാത്ത അവസ്ഥ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകത്തില്ല, നമുക്കൊരു ബലം കിട്ടും, ആന്തരികമായ ബലം കിട്ടും. ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ദൈവാത്മാവാൽ നമ്മൾ നയിക്കപ്പെടുന്നു എന്ന് പറയണത്. അങ്ങനെ ഉണ്ടെങ്കിലാണ് റോമർ 8:14 ഇല്ല, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലാണ്, ഈ ദാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നോ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബൈബിൾ വളരെ സൂക്ഷ്മതയോടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണത്. നമുക്കതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ഒരുതരം നമസ്കാര ജീവികളല്ലേ, കുറച്ച് നമസ്കാരം പഠിച്ച് അങ്ങനെ ക്രിസ്തീയത ആചരിച്ച് പോകുന്ന ആൾക്കാർ. പക്ഷേ നിങ്ങൾ ഓർക്കണം,
ഇങ്ങനെ പണ്ടത്തെ വിദ്യാഭ്യാസം അല്ലല്ലോ ഇന്ന് നമുക്ക് ലഭിക്കണത്. പണ്ട് ചില ആൾക്കാർ പറഞ്ഞല്ലേ, എന്നാത്തിനാ 5ാം ക്ലാസ് പഠിച്ചാൽ മതി, വണക്കമാസം പുസ്തകം വായിച്ചാൽ മതി, കൊന്ത എലിയാ മതി എന്ന് പറയല്ലേ. ആ കാലം കഴിഞ്ഞു പോയില്ലേ? അതുപോലെ തന്നെയാണ് ആധ്യാത്മിക മേഖലകളിലും ആ നമസ്കാരത്തിൻ്റെനേക്കാൾ വചനത്തിൻ്റെ ആധ്യാത്മിക അറിവുകൾ നമ്മൾ സമ്പാദിക്കാൻ കാലം നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. അത് കാലത്തിന് നിർബന്ധം, ദൈവത്തിന് നിർബന്ധമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെയുള്ള വചന ശുശ്രൂഷകൾ വിടാതെ കൂടുകയും ആത്മാവ് വളരുകയും ചെയ്യുന്നതനുസരിച്ചുകൊണ്ട് നമ്മൾ ആർജിക്കുന്ന കൃപ അറിഞ്ഞുകൊണ്ടാണ് അനുസരിച്ചാൽ നമുക്ക് മഹത്വം ലഭിക്കുന്നത്. ഞാനിപ്പോൾ അതിലോട്ട് അധികം പോകുന്നില്ല, ഞാൻ തിരിച്ചു വരികയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഇപ്പം നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. പൗലോസ് നിങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ഈശോ പറയണത് നമ്മുടെ വെള്ളം തളിക്കുന്ന വിഷയമോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന വിഷയമോ അങ്ങനെയുള്ള റൂബ്രിക്സോ അങ്ങനെയല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നുണ്ട്. സഭ അത് വിവേചിച്ചെടുത്തു. സഭ വിവേചിക്കാത്തൊരു വിഷയമുണ്ട്. സഭ വിവേചിച്ചെടുത്തിട്ടല്ലേ കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് കൂദാശകളെ വിവേചിച്ച് മനസ്സിലാക്കുന്നത്. സഭയുടെ വിവേചന അധികാരമോ വിവേചന വരമാണ്. പരിശുദ്ധാത്മ ദാനത്തിലാണ് സഭ അത് ചെയ്യണത്. പക്ഷേ അതേസമയം തന്നെ വിവേചിക്കാത്തൊരു വിഷയമുണ്ട്. എന്താണ്? ഇതുവരെ കർത്താവ് പറഞ്ഞത് എന്താണ്? എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്. ലുക്ക 12:50 വായിച്ചേ. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നുവോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് സ്നാനമാണ് ഈശോ ഉദ്ദേശിച്ചത്? രക്തസ്നാനമാണ്. കുരിശിലെ രക്തസ്നാനമാണ് ഈശോ ഉദ്ദേശിച്ചത്. സഹനത്തെയാണ് ഉദ്ദേശിച്ചത്. പത്രോസ് പറഞ്ഞത് എന്താണ്? പത്രോസിന് പറയണത് പത്രോസിൻ്റെ വെളിപാട് അപ്പം കിട്ടിയ ഫ്രഷ് ആയിട്ടുള്ള വെളിപാടാണ്. കാര്യം ഇതിനെക്കുറിച്ച് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് അപ്പോൾ വെളിപ്പെടുത്തിയതാണ്. എന്താണ്? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ പത്രോസിന് പെട്ടെന്ന് കിട്ടുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ലൈവായിട്ടുള്ള ഒരു റെവലേഷനാണ്. എന്താ? നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു. പിന്നെന്ത് ചെയ്യാം? പാപമോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനം എടുക്കണം. അപ്പോൾ നമുക്ക് സ്നാനമെന്ന് പറയുന്നത് സഹനം കൂടിയാണല്ലോ, കർത്താവിൻ്റെ 12:50 അനുസരിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നൊരു സഹനമില്ലേ? ചില കുഞ്ഞുങ്ങൾ നേരത്തെ മരിച്ചുപോയി കാണും, സഹനമാണ്. നിങ്ങൾ എവിടെയെങ്കിലും എത്തണമെങ്കിൽ നിങ്ങളുടെ അപ്പൻ മരിച്ചുപോയി കാണും. ചിലപ്പോൾ നിങ്ങളുടെ 4ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചുപോയി കാണും. അതൊരു സഹനമാണ്. പക്ഷേ അതൊരു ജ്ഞാനസ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ. ആ സഹനം കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു വണ്ടി അപകടം ഉണ്ടായി, ഇപ്പോൾ നിങ്ങളുടെ കൈ പൊക്കാൻ പാടില്ല. കൈ പൊക്കണ ഒരു സമയം ഉണ്ടാകും, അതുവരെ അത് സ്നാനമാണ് ശരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം എടുക്കാനല്ലേ പറയണത്. ആ നിങ്ങളുടെ സഹനത്തെ, ഈ സിറ്റുവേഷനെ, ആ സാഹചര്യത്തെ നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ജ്ഞാനസ്ഥാനമായിട്ട് മാറുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമുക്ക് ലഭിക്കാൻ ഇടയാവും. എന്താണ്? ഭക്തി, പിന്നെന്താണ്? വിശ്വാസം, പിന്നെന്താണ്? ദൈവഭയം, പിന്നെന്താണ്? വിവേകം, വിവേചനം, ഇങ്ങനെയുള്ള ദാനങ്ങൾ, ആധ്യാത്മിക പ്രബുദ്ധത, ആഴപ്പെടലുണ്ടാകും. ഇപ്പം നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ പറയത്തില്ലേ, എന്താ 5:7 നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ. ആധ്യാത്മികത്തിന് ആഴങ്ങളിലേക്ക് നീക്കുമ്പോൾ എപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ഈടിട്ടുള്ള മനുഷ്യരായി മാറും. അപ്പോൾ എന്തെങ്കിലും വന്നാലൊന്നും കുലുങ്ങത്തില്ല നമ്മൾ. അതിൽ നിന്ന് എന്ത് അനുഗ്രഹം, കൃപ ടാപ്പ് ചെയ്ത് വിശ്വസ്തത പാലിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ. നിങ്ങൾക്ക് പാലാണ് ആവശ്യം എന്ന് പറയത്തില്ലേ? പറഞ്ഞേ. ഹെബ്രായർ 5:12. ഹെബ്രായർ 5:12. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതാണ് സംഭവം. അല്ല, പ്രാർത്ഥിക്കേണ്ടിയിരുന്നവരാണെന്നല്ല പറഞ്ഞത്. പ്രാർത്ഥനാ ജീവിതം കഴിഞ്ഞൊരു ജീവിതമുണ്ട്. പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. അപ്പൊ നിങ്ങൾ ശിശുക്കളാണെന്ന് എൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ ചൈൽഡ് ലൈക്കാണെന്ന്, അല്ല നിഷ്കളങ്കരാണെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ
ഉണ്ടപ്പക്കുറുമാരാണെന്നായി പറയണത്. എന്ന് വെച്ചാൽ 45 വയസ്സായാലും ആ 40 വയസ്സിൻ്റെ ആധ്യാത്മിക വളർച്ച പ്രാപിക്കാത്തവർ, അത് ആധ്യാത്മിക ജീവിതത്തിന് ഒരു വെല്ലുവിളിയുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഈ വചനങ്ങൾ കേട്ടിട്ട് ലഭ്യമാകുന്ന സാധന സാഹചര്യങ്ങളെ ജ്ഞാനസ്ഥാനം നേടിക്കൊണ്ട് ആത്മാവിന് ദാനങ്ങൾ ഭക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്